വി രാജേഷ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ അവസാന ഘട്ടം വരെ പരിഗണിച്ചിരുന്ന മുൻ DGP ആർ ശ്രീലേഖയെ ഒഴിവാക്കിയാണ് രാജേഷിനെ മേയറായി തീരുമാനിച്ചത്. ശ്രീലേഖ ഡെപ്യൂട്ടി മേയർ സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറാകാത്തതോടെ ആശാനാഥിനെ തൽസ്ഥാനത്തേക്ക് തീരുമാനിച്ചു. മേയർ സ്ഥാനാർത്ഥിയായി നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക പാർട്ടിയുടെ ബഹുമാന്യനായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറിയും മുൻ ജില്ലാ അധ്യക്ഷനുമായിട്ടുള്ള ശ്രീ വി രാജേഷ് ആയി. കോർപ്പറേഷനിൽ ഈ നഗരസഭയിൽ BJPയുടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് നമുക്കെല്ലാവർക്കും പ്രിയങ്കരിയായിട്ടുള്ള മൂന്നാമത്തെ പ്രാവശ്യവും കൗൺസിലറായിട്ട് ജയിച്ചു വന്ന പ്രിയപ്പെട്ട ആശാനാഥാണ് നമ്മുടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി. ചരിത്രം തിരുത്തി എഴുതിയ കോർപ്പറേഷനിൽ വി രാജേഷ് BJPയുടെ മേയർ സ്ഥാനാർത്ഥി. ആ ശ്രീലേഖയ്ക്കായി ചരടുവലികൾ ശക്തമായിരുന്നുവെങ്കിലും കേന്ദ്ര നേതൃത്വത്തിന്റെ പിന്തുണയോടെ രാജേഷിന് നറുക്കു വീഴുകയായിരുന്നു. 4 പതിറ്റാണ്ട് നീണ്ട ഇടതു ഭരണത്തിന് വിരാമമിടുമ്പോൾ പാർട്ടിക്കാരൻ വേണോ പാർട്ടി അനുഭാവി വേണോ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയർന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനും കൂട്ടർക്കും ശ്രീലേഖയോടായിരുന്നു താത്പര്യം. തിരുവനന്തപുരം സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയനും ശ്രീലേഖ മേയറാകണമെന്ന നിലപാടായിരുന്നു. എന്നാൽ സുപ്രധാനമായ പദവിയിൽ പാർട്ടിക്കാരൻ തന്നെ വരണമെന്ന നിലപാട് കേന്ദ്ര നേതൃത്വം എടുത്തതോടെ രാജേഷ് മേയർ സ്ഥാനാർത്ഥിയാവുകയായിരുന്നു. തിരുവനന്തപുരത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഒരു കോർപ്പറേഷൻ പഞ്ചായത്ത് എന്നൊക്കെ പറഞ്ഞാൽ ജനങ്ങളുടെ നിത്യജീവിതത്തെ, ദൈനംദിന ജീവിതത്തെ ഇടപെടുന്ന പ്രസ്ഥാനങ്ങളാണ്. അപ്പോൾ ജനങ്ങളുടെ നിത്യജീവിതത്തിൽ അവരെ പരമാവധി സുഖകരമായ ഒരു അവസ്ഥയിലേക്ക്, അവർക്ക് പരമാവധി ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുക, കോർപ്പറേഷൻ ഓഫീസിൽ വരുമ്പോൾ സ്വന്തം വീട്ടിൽ വന്ന് കാര്യങ്ങൾ നേടിയിട്ട് പോകുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അവരെ എത്തിക്കുക, ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയാകണമെന്ന ജില്ലാ നേതൃത്വത്തിന്റെ ആവശ്യം ശ്രീലേഖ തള്ളിയതോടെയാണ് ആശാനാഥിനെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയാക്കിയത്. SC വിഭാഗത്തിൽ നിന്നുള്ള ആശ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തെത്തുന്നത് രാഷ്ട്രീയമായി നേട്ടമാകുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. വലിയ ഉത്തരവാദിത്തമാണ് പാർട്ടി ഏൽപ്പിച്ചതെന്ന് ആശ പറഞ്ഞു. ജനങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള പദ്ധതികൾ കൊണ്ടുവരുന്നതിന്, ജനങ്ങളുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് തിരുവനന്തപുരം നഗരസഭയിൽ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് തന്നെയായിരിക്കും മുൻഗണന കൊടുക്കുക. പാർട്ടി നേതൃത്വം എന്ത് പറഞ്ഞാലും, അതായത് എന്ത് തീരുമാനം പാർട്ടിക്ക് വേണ്ടി ഇങ്ങനെ ഒരു ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞത് അനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ്. അതനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥയാണ്. നാളെയാണ് മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ്. കോർപ്പറേഷനിൽ 50 അംഗങ്ങളുള്ള BJPക്ക് സ്വതന്ത്രന്റെ പിന്തുണയോടെ ഭൂരിപക്ഷം ഉറപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.